യേശുവിൽ പ്രിയപ്പെട്ടവരെ, ആബേൽ ഹൃദയപരമാർത്ഥതയോടെ ദൈവത്തെ സേവിച്ച് ദൈവമഹത്വത്തിന് വേണ്ടി ബലി അർപ്പിച്ചപ്പോൾ ആ ബലി സ്വീകരിക്കപ്പെട്ടു, അനുഗ്രഹമായി മാറി. കായൻ സ്വയം സംതൃപ്തിക്ക് വേണ്ടി ഹൃദയപരമാർത്ഥത ഇല്ലാതെയാണ് ബലി അർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ ബലി തിരസ്കരിക്കപ്പെടുകയാണ്, അനുഗ്രഹം ലഭിച്ചില്ല. നാം നമ്മുടെ ജീവിതത്തിൽ എന്ത് ജോലി ചെയ്താലും, നമുക്ക് വേണ്ടിയാണേലും മറ്റുള്ളവർക്ക് വേണ്ടിയാണേലും, ആ ജോലി ചെയ്യുമ്പോൾ അത് ദൈവത്തെ സേവിക്കുന്ന രീതിയിൽ ദൈവമഹത്വത്തിന് വേണ്ടി അധ്വാനിക്കുക. അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റവും മനോഹരമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ദൈവം അത് സ്വീകരിക്കുകയും അത് നമുക്ക് അനുഗ്രഹമായി മാറുന്നു. ആർക്ക് വേണ്ടി നമ്മൾ അധ്വാനിച്ചോ അവർക്കും അത് അനുഗ്രഹമായി തീരുകയാണ്. എന്നാൽ മറിച്ച് കായനെ പോലെ മനുഷ്യപ്രീതിക്ക് വേണ്ടി, സ്വയം സംതൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നതെങ്കിൽ അവിടെ അതിൻ്റെ പൂർണ്ണത ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. ആ പ്രവൃത്തി ദൈവത്തിൻ്റെ മുമ്പിൽ വിലയില്ലാത്തതായി മാറുകയാണ്. മനുഷ്യരുടെ പ്രശംസ കിട്ടിയെന്ന് വരാം, പക്ഷേ സ്വർഗീയമായ ഒരു കൂലിയില്ലാത്ത പ്രവൃത്തിയായി അത് മാറുകയാണ്. അതുകൊണ്ട് എപ്പോഴും എന്തെല്ലാം ചെയ്താലും എല്ലാം ദൈവമഹത്വത്തിനായി ദൈവത്തെ സേവിച്ചുകൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.